എടി, എന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ. ഇവിടുന്ന് എനിക്ക് 40 പവൻ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 50 പവൻ ഇട്ടോണ്ട് പോവാതെ എനിക്ക് എന്തോ കുറച്ചില് പോലെയാ. അതുകൊണ്ട് നിന്റെ 35 പവനീന്ന് 10 പവൻ എനിക്ക് തരേണ്ടി വരും. 10 പവനോ? മനസ്സിലായില്ല. എന്റെ 35 പവനീന്ന് നിനക്കെന്തിനാ ഞാൻ 10 പവൻ തരണത്? എന്റെ അച്ഛനും അമ്മയും ചോര നീരാക്കി ഉണ്ടാക്കി തന്ന 35 പവനാ. അത് ഞാൻ നിനക്കെന്തിനാ തരണത്? അതിന്ന് 1 പവൻ പോയിട്ട് 1 ഗ്രാം പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിനക്ക് 50 പവൻ ഇടാൻ അത്രയ്ക്കും കൊതിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയോട് ചെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എന്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണത്തിലേ മോളുടെ കണ്ണ് പോണ്ട. നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ആഹാ, നീ ആള് കൊള്ളാലോ. എന്റെ ഏട്ടന്റെ ഭാര്യ എന്ന് കരുതി കുറച്ച് മയത്തി സംസാരിച്ചപ്പം നീ എന്നോട് അഹങ്കാരം കാണിക്കാൻ വരുന്നോ? നിന്നോടേ ചോദിക്കു പോലും വേണ്ട. എന്റെ ഏട്ടന് സ്ത്രീധനം കിട്ടിയ മുതലല്ലേ, അത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. ആ, അപ്പൊ അതാണ് മോളുടെ മനസ്സിലിരിപ്പ്. മോളെ ഇതും ആലോചിച്ച് അങ്ങ് മാനത്ത് നോക്കിയിരിക്കെ, ഇപ്പൊ കിട്ടും. എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എനിക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എനിക്ക് 35 പവൻ ഉണ്ടാക്കി തന്നത്. അല്ലാതെ ഭർത്താവിന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നീ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ മതി.